ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഇവിടം വരെ പോവാട്ടോ. എവിടെയാണെന്നല്ലേ, ഇന്ന് നമ്മുടെ ടീമിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. എവിടെ? ആലപ്പുഴ ഹൗസ് ബോട്ടിൽ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഹൗസ് ബോട്ടിൽ എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ. അപ്പോൾ അതിൻ്റേതായ ചെറിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് നമ്മുടെ ടീം വന്നായിരുന്നത്. നമ്മളപ്പോൾ ഫസ്റ്റ് എത്തി നമ്മളിങ്ങനെ അവരെ വെയിറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്ന് കറങ്ങാം, ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ പതിയെ ഹൗസ് ബോട്ടിൻ്റെ അരികിലോട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. നിറയെ ഹൗസ് ബോട്ട് നേരെ എത്തിയിട്ടേക്കുന്നു ഗൈസ്. അപ്പോൾ ചേട്ടൻ അവിടുത്തെ ഹൗസ് ബോട്ടിലെ ചേട്ടൻ പറഞ്ഞത് സീസൺ ആയി കഴിഞ്ഞാൽ ഇവിടെയെങ്ങും ഒരു ഹൗസ് ബോട്ട് പോലും ഉണ്ടാവത്തില്ല, എല്ലാം ബുക്ക്ഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ ഹൗസ് ബോട്ടിലൊക്കെ എൻ്റർ ചെയ്ത് കുറച്ച് നേരം നമ്മൾ മീറ്റിംഗ് മീൻസ് ചെറിയതായിട്ടൊന്ന് സംസാരിക്കുകയും ഫിഷിലൊക്കെ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഹോം ടൂർ എന്നൊരു കൺസെപ്റ്റ് ഒരു ഹൗസ് ബോട്ട് ടൂർ ആക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മീൻസ് നോക്കുവാണെങ്കിൽ ഒരു വീടൊക്കെ പോലെ തന്നെ ഗൈസ്. നേരെ കാണുന്നത് സൈഡിലായിട്ട് 2 ബെഡ്റൂം ഉണ്ട്, നേരെ കിച്ചണാണുള്ളത്. പിന്നെ മുകളിലേക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ഇവിടെ ഹൗസ് ബോട്ടിലൊക്കെ കയറിയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയുള്ളതെന്ന്. ഇത് ജസ്റ്റ് വ്യൂസൊക്കെ കാണാൻ വേണ്ടി കസേരകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വിശാലമായിരുന്ന് വ്യൂസൊക്കെ ഒന്ന് കണ്ടിരുന്ന് ആസ്വദിക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്ത് വന്നത് സിറ്റിംഗ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഡൈനിങ് അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ TV അറേഞ്ച്മെൻറ്റും അത് മ്യൂസിക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മുകളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ചിപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ പറയാതെ അവർ വാങ്ങി വെക്കത്തില്ല. സോ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കടയിൽ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയായിരുന്നു. കുറച്ച് പാക്കേജ് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ പറയുന്ന ഐറ്റംസ് നമ്മൾ കൂടുതൽ എക്സ്ട്രാ പൈസ കൊടുത്ത് അവർ ചെയ്തു തരും. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ അടിപൊളി മഴ ഗൈസ്, അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ. നമ്മൾ പാസ് ചെയ്തിട്ട് വേറൊരു ബോട്ട് പോകുന്നുണ്ട്. ആ വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയാട്ടോ. അങ്ങനെ വ്യൂ ഒക്കെ കണ്ടിരുന്നപ്പോഴാണ് ഒരു സ്പീഡ് ബോട്ട് പോകുന്നത്. സ്പീഡ് ബോട്ട് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും സ്പീഡ് ബോട്ട് കാണണം. അങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ മാറാൻ നമ്മൾ കാത്തു നിന്നെങ്കിലും മഴക്ക് മാറാനുള്ള ഉദ്ദേശമില്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ അടിപൊളിയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. കൂടുതൽ വരുന്നവർ നമ്മൾ ആരായാലും ജസ്റ്റ് വീട്ടിൽ ട്രൈ ചെയ്യുന്നത് അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഹൗസ് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഫുഡിലേക്ക് കരിമീൻ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് അല്ലാതെ വെജ് ഐറ്റംസ് ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഞണ്ട് പക്ഷേ ഞങ്ങൾ പൈസ കൊടുത്ത് രണ്ടാമത് വാങ്ങിയതാണ്. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് പോലുള്ള ഐറ്റംസ് ഒക്കെ അങ്ങനെ നമ്മൾ ഞാൻ ബാക്കിൽ നിൽക്കുന്ന ഫോട്ടോ നമ്മുടെ ടീമിലുള്ളതാണ്. അങ്ങനെ കുതിരകളായി കുറേ ആൾക്കാരുടെ ഫോട്ടോഷൂട്ടായിരുന്നു അങ്ങോട്ട്. എവിടെയെങ്കിലും പോയാൽ പിന്നെ അറിയുമല്ലോ, പല വ്യൂവിലുള്ള പല ഫോട്ടോസ് ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ ഡെപ്പ് മാച്ച് അല്ല, മറ്റേ അതില്ലേ സിനിമയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മറ്റുള്ള ടീം പറയുന്ന ഒരു സംഭവം. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഈവനിങ് ഒരു 5 PM ഒക്കെ ആയി കാണും. ആ ഒരു വ്യൂ ഈ ഒരു ഇതിൽ കാണുന്ന പോലെയല്ല ഗൈസ്, അടിപൊളിയാണ്. നമ്മൾ ആ രാവിലെ പോയ കുറച്ച് ഹൗസ് ബോട്ടിലൊക്കെ തിരിച്ച് 5 മണിയാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തിരിച്ച് വരുന്ന കാഴ്ചയാണ് കേട്ടോ. അടിപൊളിയാണ്.